ഏതൊരു ഇലക്ട്രിക് സ്കൂട്ടർ ആണെങ്കിലും ബൈക്ക് ആണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ പുറത്തുനിന്ന് ചാർജ് ചെയ്യാൻ പറ്റും. ഒരുപാട് ചാർജിങ് സ്റ്റേഷനുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. എന്നാൽ ടൈപ്പ് 6 ഗൺ, ടൈപ്പ് 7 ഗൺ സപ്പോർട്ട് ചെയ്യുന്ന വണ്ടികളാണ് നിങ്ങളുടെതെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കിട്ടുന്നതാണ്. വണ്ടികൾ വാങ്ങിക്കുന്ന സമയത്ത് പല മോഹന വാഗ്ദാനങ്ങളായിരിക്കും. കമ്പനിയുടെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ കേരളത്തിൽ ചില പ്രമുഖ കമ്പനികളുടെ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും കംപ്ലൈൻ്റ് ആണ്. അതും കയ്യിൽ എണ്ണാവുന്ന ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസ് മാത്രമേ ഉള്ളൂ. എല്ലാ കമ്പനികളും അങ്ങനെയാണെന്ന് പറയുന്നില്ല കേട്ടോ. എങ്ങനെയാണ് നമുക്ക് ചാർജിങ് സ്റ്റേഷനുകൾ കണ്ടെത്തുക എന്നുള്ളത് നോക്കാം. ചാർജ് മോഡ് എന്നുള്ള ആപ്ലിക്കേഷൻ എടുക്കുക. ഈ മുകളില് EV റൂട്ട് എന്നുള്ളതിന്റെ അടുത്തുള്ള ഈ ഫിൽറ്റർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് കണക്ടർ ടൈപ്പിൽ ക്ലിക്ക് ചെയ്യുക. ഡിഫോൾട്ടായി കിടക്കുന്ന ടൈപ്പ് 2 CCS2 എന്നുള്ള ഈ രണ്ട് ഗണ്ണും റിമൂവ് ചെയ്യുക. അത് രണ്ടും കാറിന്റെ കണക്ടേഴ്സ് ആണ്. നിങ്ങളുടെ വണ്ടി ടൈപ്പ് 6 കണക്ടർ സപ്പോർട്ട് ചെയ്യുന്ന വണ്ടിയാണെങ്കിൽ LVDC ടിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരുപാട് ബ്രാൻഡുകളിൽ ടൈപ്പ് 6 കണക്ടേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഓല ഇലക്ട്രിക്, സിമ്പിൾ വൺ. മലപ്പുറത്തുള്ള തിരൂരങ്ങാടി ഭാഗത്ത് ഒരു ഫാസ്റ്റ് ചാർജർ കാണാനുണ്ട്. ഫാസ്റ്റ് ഗ്രിഡ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ചാർജിങ് സ്റ്റേഷൻ ആണ് കേട്ടോ. അപ്പോൾ അവിടെ ഫാസ്റ്റ് ചാർജിങ് ആണ് അവൈലബിൾ. നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് ഫാസ്റ്റ് ചാർജ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ചാർജറാണുള്ളത്. ഇനി കോഴിക്കോട് മുക്കത്ത് വേറൊന്ന് കാണുന്നു. അത് വേറൊരു കമ്പനിയുടേതാണ്. ഡേ ടു ഡേ എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയുടെ ചാർജറാണ്. അവിടെയും ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആണ്. ഈ ആപ്ലിക്കേഷനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ചാർജിങ് സ്റ്റേഷൻ കാണിക്കുന്ന മറ്റൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതാണ് bolt.earth. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾ സൈൻ അപ്പ് ചെയ്യുന്ന സമയത്ത് റെഫറൽ കോഡ് ആഡ് ചെയ്യാൻ ചോദിക്കും. അവിടെ റെഫറൽ കോഡ് ആഡ് ചെയ്യാൻ മറക്കരുത്. അവിടെ അടിക്കേണ്ടത് 49 അല്ല, കറക്റ്റായിട്ട് അടിക്കുക O ആണ്, OW5709. ഇത് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിൽ ഒരു റെഫറൽ ബോണസ് ആയിട്ട് 50 റുപ്പീസ് ഫ്രീ ആയിട്ട് കിട്ടും. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചാർജ് ചെയ്യാനും പറ്റും കേട്ടോ. ആപ്ലിക്കേഷനിൽ ഹോമിൽ വന്നു കഴിഞ്ഞാൽ മുകളില് ഈ കോൾ ബട്ടൺ താഴെ വരുന്ന ഈ ഫിൽറ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അവിടെയും കണക്ടർ ടൈപ്പ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ കയ്യിൽ ടൈപ്പ് 6 ഗൺ ആണെന്നുണ്ടെങ്കിൽ ടൈപ്പ് 6ൽ അടിച്ചിട്ട് അപ്ലൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈപ്പ് 6 കണക്ടേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ചാർജിങ് സ്റ്റേഷൻസ് കാണാവുന്നതാണ്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നിന്നും നേരെ തൃശ്ശൂർ പോകുന്ന റൂട്ടിൽ നമ്മുടെ സ്വന്തം നാടായിട്ടുള്ള കുന്നപ്പള്ളിയിൽ ഒരു ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അത് നമ്മുടെ സ്വന്തം ചാർജിങ് സ്റ്റേഷനാണ്, പവർ ഓൺ EV ചാർജിങ് സ്റ്റേഷൻ. അവിടെ ടൈപ്പ് 6 കണക്ടേഴ്സ്, ടൈപ്പ് 7 കണക്ടേഴ്സ്, അതിനെല്ലാം പുറമെ ഏതൊരു EVയും സ്ലോ ചാർജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, അതായത് കാർ ആയിക്കോട്ടെ ബൈക്ക് ആയിക്കോട്ടെ എന്തും നമുക്ക് സ്ലോ ചാർജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള 3.3 കിലോവാട്ടിന്റെ പവർ പ്ലഗ് സോക്കറ്റും അവൈലബിൾ ആണ്. ഫിൽറ്റർ എന്നുള്ളതിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ളത് ടൈപ്പ് 7 ഗൺ ആണെന്നുണ്ടെങ്കിൽ ടൈപ്പ് 7ലോട്ട് മാറ്റിയിട്ട് ജസ്റ്റ് അപ്ലൈ എന്നുള്ളത് കൊടുക്കുക. ഏതർ പോലുള്ള വണ്ടികൾക്കാണ് ടൈപ്പ് 7 ഗണ്ണ് വരുന്നത്. ഇനി ടൈപ്പ് 6ഉം അല്ല ടൈപ്പ് 7ഉം അല്ല നിങ്ങളെ കണക്ടർ ഏതാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫിൽറ്ററിൽ വന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം കണക്ടർ ടൈപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് കാണുന്ന 3 പിൻ പവർ പ്ലഗ് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, അപ്ലൈ എന്ന് കൊടുക്കുക. ഒരുപാട് 3 പിൻ പവർ പ്ലഗ് സോക്കറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. ചാർജ് മോഡിന്റെ ആപ്ലിക്കേഷനിലും നിങ്ങൾക്ക് ഇതേ പരിപാടി ചെയ്യാം. ഈ 3 പിൻ സോക്കറ്റ് എന്നുള്ള ഈ ഫസ്റ്റ് കാണുന്നത് ക്ലിക്ക് ചെയ്യുക. ഷോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ കാണുന്നത് കേരളത്തിൽ ഇത്രയും ചാർജിങ് സ്റ്റേഷനുകൾ ഉണ്ട്. കാർ ആയിക്കോട്ടെ ബൈക്ക് ആയിക്കോട്ടെ ഏതൊരു ബ്രാൻഡിന്റെ ഇലക്ട്രിക് വണ്ടിയാണെങ്കിലും 3 പിൻ പവർ പ്ലഗിൽ കണക്ട് ചെയ്താൽ ചാർജ് ആവും. സ്ലോ ആയിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ പെട്ടുപോയ സമയത്ത് ഇതായിരിക്കും നമ്മുടെ ആശ്രയം.